ഹലോ ഗൈസ്, ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ്. കുറേ നാൾക്ക് ശേഷം ആണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈ കാർ ആക്സിഡൻറ്റ്. ഐ ഡോണ്ട് ഹാവ് മൈ മൈക്ക് വിത്ത് മീ. സൗണ്ട് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. 2023 ഒക്ടോബറിലായിരുന്നു എൻ്റെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ വണ്ടിയുടെ പേര് ഡോഡ്ജ് ചാർജർ എന്നായിരുന്നു. ഞാൻ 1 വർഷം 1 മാസം ആണ് ആ വണ്ടി യൂസ് ചെയ്യാനുണ്ടായ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വണ്ടി പോയത്. വണ്ടിയുടെ ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് ഐ തിങ്ക് ലൈക്ക് നാട്ടിലൊരു 10-38 ലക്ഷം രൂപ വരും. അതിലൊരു 10 ലക്ഷം രൂപ ഞാൻ ഓൾറെഡി 1 വർഷം കൊണ്ട് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ 7:30 ജോലിക്ക് വരുന്ന വഴിക്കായിരുന്നു എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എന്റെ സെറ്റിൽമെന്റ് ഇപ്പോൾ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ I was not allowed to share any of the information with anyone or post anything about it on social media. ആക്സിഡന്റ് സംഭവിച്ച് 1 വർഷവും 1 മാസം ഉള്ളപ്പോൾ തന്നെ എന്റെ സെറ്റിൽമെന്റും കഴിഞ്ഞു. വണ്ടി എടുത്തിട്ട് 1 വർഷം 1 മാസം ഉള്ളപ്പോഴാണ് ആക്സിഡന്റ് സംഭവിച്ചത്. ലൈക്ക് വാട്ട്, ഇറ്റ് വാസ് ട്രോമാറ്റിക്, ഇറ്റ് വാസ് സാഡ്, ഇറ്റ് വാസ് ജസ്റ്റ് ഹർട്ട്ഫുൾ, ബട്ട് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. രാവിലെ 7 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങിയത്. 7:30 ആയപ്പോഴത്തേക്കാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. കറക്റ്റ് 7:30 ആക്സിഡന്റ് സംഭവിച്ചത്. ഹൗ ഡു ഐ നോ? ബിക്കോസ് എൻ്റെ ഫോണിനകത്തൊരു ആപ്പ് ഉണ്ട്. നമുക്കൊരു ആക്സിഡന്റോ വണ്ടിക്ക് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വണ്ടി ഇടിച്ച സമയം എനിക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത്. അതിന്റെ പോലീസ് റിപ്പോർട്ടിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, അവര് തന്നിട്ടുള്ളൊരു സംഭവം ഉണ്ട്. ഞാനിവിടെ ആഡ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ആക്സിഡന്റിന്റെ ഒരു ഇതെന്നുള്ളത്. ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഓപ്പോസിറ്റ് വന്ന ആൾ നേരെ വന്ന് ഹെഡ് ഓൺ ചെയ്യുമായിരുന്നു, ഹിറ്റ് ചെയ്തതാണ്. പുള്ളി എനിക്കറിയത്തില്ല ഉറങ്ങിപ്പോയതാണോ, ഐ മീൻ ഇറ്റ് വാസ് ടു ഏർലി ഇൻ ദ മോർണിംഗ്. വെള്ളമായിരുന്നോ അതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. ഹി വാസ് 25 years old. പാസഞ്ചർ ഉണ്ടായിരുന്നു, 14 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനെ എനിക്കൊന്ന് സ്കൂളിൽ കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് എൻ്റെ സ്കൂൾ ഇങ്ങോട്ടും അവരുടെ സ്കൂൾ ഇങ്ങോട്ടും ആയിരുന്നു. ഞാൻ കണ്ടു ഗൈസ്. ഓക്കെ, ദിസ് ഇസ് എ തിങ്. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, ഞാൻ വണ്ടി വരുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇൻ മൈ മൈൻഡ് എനിക്ക് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ തിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് വാസ് ജസ്റ്റ് നോട്ട് പോസിബിൾ. റൈറ്റിലോട്ട് ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിച്ച് ഉണ്ട്, അവിടെ വലിയൊരു മരം നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വണ്ടി ഇടിച്ച് ഞാൻ ചത്തേനെ, അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആക്സിഡന്റ്. എന്തൊക്കെ ഞാൻ ചെയ്ത്, എത്ര വലിയ എക്സ്പേർട്ട് ഡ്രൈവറാണെന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ആക്സിഡന്റ് തന്നെയായിരുന്നു. ബിക്കോസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, ഇങ്ങോട്ട് എടുത്തിട്ട് തിരിക്കാനും പിടിക്കാനാണ്. ഞാൻ ആ ഒരു മൈന്യൂട്ട് സെക്കൻഡ് ഞാൻ കണ്ട വണ്ടി വരുന്നത്. ഐ വാസ് ജസ്റ്റ് ലൈക്ക് വാട്ട് ദ ഹെൽ, ലൈക്ക് വൈ ആർ യു കമ്മിങ് ടു. നമുക്ക് എന്തെന്താ ഇങ്ങനെ വരും, നമ്മൾ ചിന്തിക്കും ബ്രേക്ക് ഔട്ടുമായിരിക്കും. ഞാൻ ബ്രേക്ക് ഔട്ടി, പക്ഷെ അയാൾ ബ്രേക്ക് എനിക്കറിയില്ല എന്താ പറ്റിയത് എനിക്കറിയത്തില്ല. പക്ഷെ ഒറ്റ ഇടിച്ചത് മാത്രം അപ്പൊ തന്നെ ബോധം പോയി. ഒരു 2-3 മിനിറ്റ് ആയിരുന്നു ബ്ലാക്ക് ഔട്ട് ആയി പോയത്. സ്കൂൾ ഏരിയ ആണ്, അത് മാത്രമല്ല ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഏരിയ തന്നെയായിരുന്നു. പീപ്പിൾ വർ ദേർ. അപ്പൊ രാവിലെ ആയതുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാളുടെ വീടിന്റെ അകത്ത് ഒരു പുള്ളി ഇറങ്ങി വന്നു. പുള്ളി വന്ന് കുറെ തട്ടിയപ്പോഴത്തേക്കാണ് എന്റെ കിളി വന്നത് തിരിച്ച്. അങ്ങനെ പുള്ളി ഇപ്പുറത്തെ സൈഡിൽ വന്നു, എന്റെ ഡോറൊക്കെ ജാമായിരുന്നു. ഓൾ മൈ എയർ ബാഗ്സ് ഡിപ്ലോയിഡ്, ലൈക്ക് ഓൾ ഓഫ് ദം. അതിന്റെ വീഡിയോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നുള്ള കാര്യം. ഞാനത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വണ്ടി തീർന്നിട്ടുണ്ട്. ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഫുള്ള് കറുത്ത കളറിലെ സ്മോക്ക് വണ്ടിയിൽ ഫില്ല് ചെയ്യുന്നതാണ്. ആൻഡ് മൈ ഇനീഷ്യൽ തിങ് വാസ് ലൈക്ക് ഐ നീഡ് ടു ഗെറ്റ് ദ ഹെൽ ഔട്ട് ഓഫ് ഹിയർ. സോ ഐ കോൾ 911 ഇമ്മീഡിയറ്റ്ലി. നേരെ പുറകോട്ടാണ് പോയത്. ഞാൻ ഫ്രണ്ടിൽ നോക്കിയപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഇടിച്ച ആൾ ഐ തിങ്ക് ഇറ്റ് വാസ് എ നിസാൻ. പുള്ളി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നാണ് എൻ്റെ ഒരു നിഗമനം. വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വിൻഷീൽഡ് തലയും പുറത്ത് വന്നു, ലൈക്ക് ഇടിച്ച് തെറിച്ച് അങ്ങനെ പുറത്തേക്ക് വന്ന ആള്. കുട്ടിക്കൊന്നും പറ്റിയൊന്നുമില്ല. ഇതൊന്ന് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല കരച്ചിലായിരുന്നു, എന്നേലും കരച്ചിലായിരുന്നു അയാൾ. ഇത് കഴിഞ്ഞ് ഞാൻ 911 വിളിച്ചു, കാര്യം പറഞ്ഞു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന പുള്ളിയുടെ ഞാൻ ഫോൺ കൊടുക്കുക ചെയ്തില്ല. ഇതൊന്നും എനിക്ക് കുറെ അങ്ങോട്ട് എനിക്ക് ചെസ്റ്റിന്റെ ഇവിടെ ഏരിയ ഒക്കെ ഫുള്ള് പെയിൻ ആയിരുന്നു, റിബ്സിന്റെ അവിടെയൊക്കെ പെയിൻ ആയിരുന്നു. എവിടേക്കൊക്കെ വേദനയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ വണ്ടി പോയതിന്റെ വിഷമം. കാരണം 2 വർഷമായിട്ട് ഞാൻ നാട്ടിൽ പോലും പോകാതിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തു. പിന്നെ കാരണം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഉള്ള എല്ലാ പൈസയും തീരും. അപ്പൊ ഞാൻ ഇവിടെ ഒരു എമൗണ്ട് ഇടാതെ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് കൂടെ വണ്ടിയുടെ പൈസ അടക്കണ്ടേ, അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ, കാരണം അത്ര നല്ല എമൗണ്ട് അടക്കണം മാസം, അത്ര നല്ല എമൗണ്ട് അടക്കണമായിരുന്നു. എന്റെ പൊന്നെ മുത്തേന്ന് കൊണ്ടുവരുന്ന എന്റെ വണ്ടിയാണ്. ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന എന്റെ വണ്ടിയായിരുന്നു. എന്റെ പേരൻസ് ആകുമ്പോൾ എനിക്ക് വണ്ടി എടുത്ത് തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ എന്റെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് എന്റെ പൈസയൊക്കെ എടുത്ത വണ്ടിയല്ല. നാട്ടിലെ പോലെ അല്ല, ഇവിടെ വണ്ടി ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല. ആൻഡ് ദ സാഡ് പാർട്ട് ഈസ് ഞങ്ങളുടെ വീട്ടിൽ 4 വണ്ടി ഉണ്ടായിരുന്നു ആ ടൈമിൽ. എന്റെ അനിയന്റെ വണ്ടി, എന്റെ ആക്സിഡന്റ് എനിക്ക് 3-4 മാസം മുമ്പ് അവന്റെ വണ്ടി ആക്സിഡന്റ് ആയതുള്ളൂ. ആൻഡ് ഹി ജസ്റ്റ് ഗോട്ട് ദാറ്റ് കാർ. ഇറ്റ് വാസ് എ ബ്രാൻഡ് ന്യൂ കാർ. ഇറ്റ് വാസ് എ ക്രൈസ്ലർ 300. ആൻഡ് അവന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് അവൻ വണ്ടി നശിപ്പിച്ചത്. 1 മാസം കൊണ്ട് സ്വന്തം കയ്യിരിപ്പുണ്ട് അഹങ്കാരം കൊണ്ട് കളഞ്ഞ വണ്ടിയായിരുന്നു. കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ ആക്സിഡന്റ് ആയി. പിന്നെ ഇതെന്റെ അമ്മയുടെ വണ്ടിയാണ്. ഇത് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ വർക്കിന് വരാൻ പറ്റുന്നു. പിന്നെ അപ്പന്റെ വണ്ടി, അപ്പന് ജോലിക്ക് പോകുന്നതുകൊണ്ട് അറൌണ്ട് മെസ് വിത്ത് ബിക്കോസ് അതൊരു SUV ആണ്. എനിക്ക് SUV ഇഷ്ടമല്ല. വന്നു പോലീസുകാർ വന്നിട്ട് അവർ ഫുള്ള് ബോഡി ചെക്ക് ചെയ്യാന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുറിവുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ പെഡലി
ഷോൾഡർ ഇവിടെയൊക്കെ നല്ല പെയിനാണ്. ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ 1.5 മാസം ഉണ്ടായിരുന്നു ഗൈസ്. ഇറ്റ് വാസ് നോട്ട് ഫൺ. ചെക്ക് ചെയ്തു ഫുള്ള്. പുള്ളിനെ ആദ്യം കൊണ്ടുപോയി ബിക്കോസ് ഒബിയസ്ലി പുള്ളിയുടെ ഇഞ്ചുറി ആയിരുന്നു ബാഡ്. ഞാൻ ആദ്യം തന്നെ അത് കഴിഞ്ഞപ്പോൾ എന്റെ വർക്കിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ലൈക്ക് ഐ ആം നോട്ട് ഗോയിങ് ടു കം ഇൻ ബിക്കോസ് ഐ നോ ഹാവ് എ ക്ലാസ്. സോ ദേ വർ റിയലി അണ്ടർസ്റ്റാൻഡിങ്. എന്റെ വർക്ക് അവര് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, സേഫ് ആയിട്ടിരിക്കും, ഞങ്ങളെല്ലാം വരണോന്നൊക്കെ ചോദിച്ചാൽ ലൈക്ക് നോ ഐം ജസ്റ്റ് ഗോണ ഡീൽ വിത്ത് ദിസ് ബൈ മൈസെൽഫ്. അമ്മ ഇല്ലായിരുന്നു, അമ്മ നാട്ടിലായിരുന്നു. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ വരുന്നത് വെച്ചാൽ എന്റെ സപ്പോർട്ട് സിസ്റ്റം എന്റെ അമ്മയാണ്. അമ്മ പിന്നെ എന്റെ ഹസ്ബൻഡ്, ഈ 2 ആൾക്കാരിൽ ഒരാളാണ് എന്റെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള 2 ആൾക്കാർ. ഈ 2 ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തകരും. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ലൈക്ക് ദേ ഡോണ്ട് ഗിവ് അപ്പ് ഓൺ മീ. എനിക്ക് ഉറപ്പുള്ള 2 ആൾക്കാരാണ്. ഞാൻ ആദ്യം അമ്മയെ വിളിച്ചു. അപ്പൊ അമ്മ നാട്ടിലായിരുന്നു. അപ്പൊ അവിടെ അതിലും വലിയൊരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മയുടെ അച്ഛൻ, അതായത് എന്റെ അപ്പ, പുള്ളി വീണു. എനിക്ക് ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ പുള്ളി അവിടെ തെന്നി എന്തോ വീണു വീട്ടില്. അപ്പൊ അമ്മ അതിന്റെ ഇതിൽ വേഴ്പാളെ പറ്റി ഇരിക്കുവാണ്, കരഞ്ഞോണ്ടൊക്കെ ഇരിക്കും. അപ്പൊ അമ്മ എടുത്തില്ല. രണ്ടാം ഞാൻ ജോലേട്ടനെ വിളിച്ചു. അപ്പനെ ഉറക്കമായിരുന്നു. നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇവിടെ തന്നെ ആയിരുന്നു, എന്റെ അപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ജോലേട്ടനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. ജോലേട്ടൻ്റെ അതിലേലും കിളി. അത് പിന്നെ അതിന്റെ കാര്യമൊന്നും പറയണ്ട, ഒരുപാട് കരച്ചിൽ അവിടെ കഴിഞ്ഞു. ജോലേട്ടൻ പിന്നെ അമ്മയെ വിളിച്ചു. അങ്ങനെ അമ്മ വീണ്ടും വിളിച്ചു. അപ്പൊ അമ്മ എടുത്ത് കാര്യം പറഞ്ഞു. അമ്മ അവിടെ അതിലേലും വലിയ കരച്ചിലും ബഹളവും. എന്ത് ചെയ്യണം അമ്മക്ക്, ലൈക്ക് ഷീസ് ലൈക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ ആരെ ഓർത്ത ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. I was like I'm fine, just deal with him, I'm gonna be okay, I'll just call dad. And I did keep calling dad, and of course he came, and പുള്ളിയാണ് എന്നെ ആശുപത്രി കൊണ്ടുപോയത്. ആംബുലൻസിൽ റൈഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പോലീസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു. വിറ്റ്നസ്സുകളെയൊക്കെ പിടിച്ചു. അവര് കുറെ ചോദ്യമൊക്കെ ചെയ്ത് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ നേരെ ആശുപത്രി പോയി. ഫുള്ള് ടെസ്റ്റുകളും കാര്യങ്ങളും, മറ്റേ സ്കാൻ മറിച്ച സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. ഒരു 1.5 മാസം വീട്ടിൽ ഇരുന്നു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഗുഡ്. ഒരുപാട് ദിവസം എടുത്ത് എനിക്ക് ഉറങ്ങാനായിട്ട്. എന്താ ഞെട്ടി എഴുന്നേക്കുമായിരുന്നു, പേടിച്ച് എഴുന്നേക്കുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടി കയറാൻ പോലും. ഞാൻ ഓടിക്കുക അല്ലെങ്കിൽ എന്താണെങ്കിലും. പിന്നെ എനിക്ക് റെന്റൽ കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ ഒരു സ്കീമുണ്ട്. അതായത് എന്റെ വണ്ടി ആക്സിഡന്റ് ആയല്ലോ, അപ്പൊ മറ്റേ ആൾക്കാർ തെറ്റായതുകൊണ്ട് തന്നെ അവരാണ് എനിക്കെല്ലാം ചെയ്തു തരേണ്ടത്. അപ്പൊ അവരുടെ ഇൻഷുറൻസുകാർ എന്റെ വണ്ടിക്ക് പേ ഓഫ് ചെയ്യുന്നത് വരെ എനിക്കൊരു വണ്ടി തരിക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തം. അപ്പൊ അത് കാരണം അവർ എനിക്കൊരു ചാർജർ തന്നിട്ടുണ്ടായിരുന്നു ഫോർ ലൈക്ക് 3 weeks. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഫിസിയോതെറാപ്പി ക്വിറ്റ് ചെയ്തു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് നാട്ടിൽ പോയാൽ മതി എന്നൊരവസ്ഥയായി. കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മ എന്റെ ഹസ്ബൻഡ് 2 പേരും നാട്ടിലാണ്. ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ 2 വർഷത്തിന് ശേഷം അങ്ങനെ ഞാൻ നാട്ടിൽ പോയി. ഐ എം ഫൈൻ ആസ് ഓഫ് റൈറ്റ് നൗ. ഐ ആം ഡൂയിങ് ഗുഡ്. പക്ഷെ ലൈക്ക് ഐ സെഡ്, വണ്ടി ആദ്യമൊന്നും എനിക്ക് പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പേടിയും എനിക്ക് എന്തൊക്കെയോ മാനസികമായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ എന്റെ പപ്പാടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വണ്ടി ഓടിച്ചില്ലെങ്കിൽ നീ ജീവിതത്തിൽ പിന്നെ ഓടിക്കത്തില്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഗൈസ്. ഐ ലവ് ഡ്രൈവിംഗ്. സോ ഐ വാസ് ജസ്റ്റ് ലൈക്ക്, you gotta move on. You can't just be stuck in something forever. You just gotta, life goes on. So it is what it is. ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കും. ഓരോരുത്തർക്കും ഓരോ സമയം. എന്റെ സമയം അങ്ങനെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞപ്പോ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഈ വണ്ടിയുമായിട്ട് നടന്ന സമയത്ത് ഞാൻ ഒരുപാട് അലമ്പ് കാണിച്ചിട്ടുണ്ട് വണ്ടിയുമായിട്ട്. എന്റെ ടയർ ഞാൻ എത്ര പ്രാവശ്യം മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, 1 വർഷം കൊണ്ട്. കാരണം അതുപോലിട്ട് പറപ്പിക്കുമായിരുന്നു. ഒന്നും പറ്റിയിട്ടില്ല. എനിക്ക് അന്നൊന്നും എനിക്ക് ഒരു പോറൽ പോലും ഏക്കാതെ മര്യാദയ്ക്ക് ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് സ്പീഡ് ലിമിറ്റ് കൂടുതൽ ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. ലൈക്ക് സ്കൂൾ ഏരിയയാണ്, ആ സമയത്തൊന്നും പറ്റത്തില്ല. ഒരു 30-40 പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ 30 അത്രയും സ്ലോ മോഷനിൽ പോയിക്കൊണ്ടിരുന്നപ്പോ കറക്റ്റായിട്ട് വന്ന് ഇങ്ങോട്ട് വന്നിടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നാണ് ആക്സിഡന്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ വിധി. പിന്നെ എനിക്ക് എന്റെ വണ്ടി പോയാലും ഭയങ്കര വിഷമായിരുന്നു. അത് പക്ഷെ ആർക്കും അത് പറഞ്ഞിട്ട് പലർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്റെ ജീവൻ കിട്ടില്ലല്ലോ, നീ ഒക്കെ അല്ലേ, മറ്റേ അല്ലേ, മറിച്ചല്ലേ. യെസ്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഭയങ്കരമായിട്ടും ഞാൻ തറന്ന ഒരു കാര്യമാണ് എന്റെ വണ്ടിയുടെ കാര്യത്തിൽ. എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കേസ് നടക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അന്ന് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിലീറ്റ് ചെയ്യണ്ടാവുന്നു, ബിക്കോസ് കേസ് നടക്കുമ്പോൾ നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇപ്പൊ കേസ് കഴിഞ്ഞ മാസമാണ് കേസ് കഴിഞ്ഞത്. അത് കാരണം ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു ലൈക്ക് might as well just post a video or whatever. ആ ഒരു എമൗണ്ട് കിട്ടിയപ്പോൾ ഐ എം like really grateful and happy right now. അടുത്തൊരു വീണ്ടും കാണാം.